തമിഴ്നാട്ടിൽ ഇനി മഴയില്ല എന്ന് ആരും പറയില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ മഴക്കാലം തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇപ്പോൾ ഉള്ളത് പഴനിയിലാണ്. പഴനിയിലല്ല, പഴനി കൊടൈക്കനാൽ റൂട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. അപ്പം ഈ സ്ഥലത്ത് എങ്ങനെയാണ് എത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിരാവിലെ തന്നെ പഴനിയിലെത്തി. പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊടൈക്കനാൽ പോകുന്ന ബസ് കയറിയിട്ട് കൊടൈക്കനാൽ ചെക്ക് പോസ്റ്റിലേക്ക് ടിക്കറ്റ് എടുത്തു. അതായത് ഈ ചുരമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തമിഴ്നാടിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ട് ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ ഇങ്ങനെ നോക്കി നിന്നു. നല്ല സ്ഥലം വരുവാണെങ്കിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഈ റൂട്ടിൽ കുറേ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആ ഗ്രാമങ്ങളുടെ പേരൊന്നും എനിക്ക് അറിയില്ലാറുണ്ട്. പക്ഷേ ഈ റൂട്ട് എനിക്കറിയാമായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ കൊടൈക്കനാൽ സൈക്കിൾ റൈഡ് സീരീസിൻ്റെ ഭാഗമായിട്ട് കൊടൈക്കനാലിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയത് ഇതുവഴിയായിരുന്നു, പഴനി ചെന്നിട്ട്. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ പതിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പേരറിയാത്തൊരു സ്ഥലത്ത് ഇറങ്ങി. സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഇറങ്ങിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അണ്ണാനഗർ എന്നാണ്. എന്തായാലും നല്ല അടിപൊളി ഗ്രാമക്കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് അണ്ണാനഗർ എന്ന ഗ്രാമം. ഇത് കണ്ടോ, ബോർഡ് കണ്ടോ, അണ്ണാനഗർ. തമിഴ്നാട്ടിൽ ഈ പേരിൽ വേറെയും ഗ്രാമങ്ങളുണ്ടല്ലേ. അപ്പോൾ ഇത് ഡിണ്ടിഗൽ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഴനി ടൗണിൽ നിന്ന് 9 കിലോമീറ്ററാണ് ഇങ്ങോട്ടൊക്കെ ഉള്ളത്. കൊടൈക്കനാൽ മലനിരകളുടെ താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. പുള്ളിമരങ്ങൾ തണൽ വിരിച്ച പാതയാണ്. പാതയുടെ ഇരുവശത്തും കൃഷിയിടങ്ങളാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് മാവ് നട്ടുപിടിപ്പിച്ചേക്കുന്നത് കാണാം. അതുപോലെ തന്നെ അതൊരു വലിയൊരു തെങ്ങിൻ തോട്ടമാണ് കേട്ടോ. അവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്ന വളരെ കുറച്ച് കടകളും എന്നാൽ അതിൽ കൂടുതൽ ചെറിയ വീടുകളുമാണ് ഈ ഗ്രാമത്തിലുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു അമ്പലം നമുക്ക് കാണാം. ഇത് മാരിയമ്മൻ കോവിലാണേ, വനമാരിയമ്മൻ കോവിൽ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞേ. അപ്പോൾ നമ്മളൊരു ഡാം കാണാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ. ഈ ഗ്രാമത്തിൽ തന്നെ കേട്ടോ, തൊട്ടടുത്താണ്. അങ്ങനെ നമ്മളിത് വലിയൊരു മാന്തോട്ടത്തിൻ്റെ നടുക്കോടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നടക്കുമ്പോൾ നമ്മൾ നേരെ നോക്കി നടക്കരുത്, നമ്മുടെ കണ്ണ് എപ്പോഴും താഴെ ആയിരിക്കും കേട്ടോ. മനസ്സിലായോ? ഇവിടുത്തെ ഈ തമിഴ്നാട്ടിലെ ആളുകൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയില്ലേ, ഇവരുടെ വീട്ടിൽ ഈ ബാത്റൂമൊന്നും ഇല്ലേ, ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഇത് ശീലമായി പോയതുകൊണ്ടാണോ ഈ വിളിക്കിരുന്ന് ഇതുവഴി കുറച്ച് ദൂരം നടന്നാൽ നമ്മൾ ആ ഒരു ഡാമിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. ഇത് വലിയൊരു മലയുടെ അടിവാരത്താണ് കേട്ടോ. ചെറിയൊരു കാടാണ്. ഇനി മൃഗങ്ങളെല്ലാം ഉണ്ടാവുമോ, കാൽപ്പാടുകൾ കാണുന്നുണ്ട്. കണ്ടിട്ട് അത് പശുവിൻ്റെയും പട്ടിയുടെയൊക്കെയാണെന്ന് വിചാരിക്കുന്നു. ഇതിവിടെയൊക്കെ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇലക്ട്രിക് ഫെൻസിങ്. അത് ആ മാന്തോട്ടം ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് കയറാതിരിക്കാനായിട്ട് കൊടുത്തേക്കുന്നതാണ്. ചെറിയൊരു പേടി ഇല്ലാതില്ല, കാരണം ഒട്ടും പരിചയമില്ലാത്ത സ്ഥലം, വളരെ വിജനമായിട്ടുള്ള വഴി. ഈ ഫെൻസിങ്ങിലൊക്കെ ചാർജ് ഉണ്ടേ, സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പം മൃഗങ്ങളൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണോ? ഇതെവിടെയാണ് ഡാമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ആ വഴി അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതല്ല ശരിക്കും ഡാമിലേക്കുള്ള വഴി. അപ്പോൾ ഇതുവഴി പോയാൽ പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ വഴി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വലിയൊരു മലയാണ്. മലയാണോ അത് കാടാണോ ഒന്നും ഒരു പിടുത്തമില്ല. അങ്ങനെ നമ്മളിങ്ങനെ ഒരു മെയിൻ വഴിയിലേക്കാണ് വന്ന് കയറിയേക്കുന്നത്. ഇതുണ്ടോ, വലിയൊരു മരം നിൽക്കുന്ന നോക്കി, അത് ഈ ആൽമരമല്ലേ. ഈ തോട്ടത്തിൻ്റെ അതിരിലായിട്ട് ഇത് കണ്ടോ, കള്ളിമുൾച്ചെടി വളർന്നു നിൽക്കുന്നത്. നല്ല മുള്ളുണ്ട്, ഒരു കാരണവശാലും അതേക്ക് കിടക്കാൻ പറ്റില്ല. അവിടെ ഫെൻസിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലൊരു തരം പഴം ഉണ്ടാവും കേട്ടോ. ആ പഴം ഉണ്ടായിട്ടത് കരിഞ്ഞ് നിൽക്കുന്നതാണ്, ഒരു മഞ്ഞ കളറിൽ, ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പോലെ. അത് മിക്കവാറും കഴിക്കാൻ പറ്റുന്നതായിരിക്കാം. എന്തായാലും ഇത് വേലി കെട്ടി തിരിച്ച പോലെ മൊത്തം വളർന്നു നിൽക്കണമായിട്ട് കാണാം. ആ വഴി നേരെ ഡാമിലേക്കായിരിക്കും ചെല്ലുന്നത് കേട്ടോ. മണികിലുക്കം കേൾക്കുന്നുണ്ട്. ഇത് വലിയൊരു ഡാമാണ് കേട്ടോ. ആ ഡാമിൻ്റെ കെട്ട് നോക്കി. ഈ ഡാമിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, വരദമാ നദി ഡാം എന്നാണേ പേര്. അവിടെ പശുക്കളൊക്കെ നിന്ന് പുല്ല് തിന്നുണ്ട്. മണി ശബ്ദം ഞാൻ അകലെ നിന്നേ കേട്ടായിരുന്നു. എന്തായാലും കുറച്ച് പേരുടെ മുന്നോട്ട് പോകണം നമുക്ക് ഡാമിൻ്റെ മേളിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ. ആരെയും കാണുന്നില്ല കേട്ടോ. അങ്ങനെ പേര് കേട്ട ഡാമൊന്നും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് വേറെ ഒരു ഡാമുണ്ട്, പാലാർ ഡാം. അത്യാവശ്യം ഫേമസ് ആണ്. ഈ ഡാമിനെ കുറിച്ചൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഡാമിലേക്ക് വരേണ്ട നേരായ വഴി. നമ്മൾ സ്വല്പം വളഞ്ഞ വഴിയാണ് വന്നത്. വളഞ്ഞ വഴിയല്ല, നമ്മൾ എളുപ്പമുള്ള വഴിയാണ് ആ കാട്ടിക്കൂടെ കയറി വന്നത്. കണ്ടോ, ഇവിടെയാണ് എൻട്രൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ പുറത്ത് ചെറിയ കടകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഡാം. ഇത് നല്ല കിടിലൻ ഡാമാണല്ലോ. പിന്നെ ഇതിലേക്ക് പ്രവേശിക്കാനായിട്ട് പ്രത്യേകിച്ച് ടിക്കറ്റ് കാര്യങ്ങളൊന്നും എടുക്കണ്ട. ഈ വരദമാ നദിക്ക് കുറുകെ പണിതേക്കുന്ന ഡാമാണ്. മെയിനായിട്ടും ഇറിഗേഷൻ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പണിതേക്കുന്ന ഒരു ഡാമാണ് കേട്ടോ. എന്തായാലും നല്ല രസം. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഡാം പോലെയല്ല. അതിൻ്റെ ഒരു നിർമ്മാണ രീതിയൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ഇത് മൊത്തം ഓവർഫ്ലോ ആയിട്ട് വരുന്ന രീതിയിലാട്ടോ. ഈ ഡാമിന് അങ്ങനെ ഷട്ടർ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഡാം എത്തി നിറഞ്ഞിങ്ങനെ ഒഴുകി അങ്ങനെ പല സ്ഥലത്തേക്ക് ചെറിയ കനാലുകളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതുവഴി കൃഷിയിടങ്ങളിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ ഇത്. എന്തായാലും ഇവിടെ കുറച്ച് പേരൊക്കെ നമുക്ക് കാണാം. അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അതേ തിരക്കായി വരുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ അധികം ആളുകളൊക്കെ സന്ദർശിക്കാൻ വരുന്ന ഒരു സ്ഥലമാണെന്നും അതിനെക്കുറിച്ച് വ്യക്തമായ ഐഡിയ ഒന്നുമില്ല കേട്ടോ. എന്തൊക്കെയായാലും നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാനായിട്ട്. ആ വെള്ളം ഇങ്ങനെ പതഞ്ഞ് ഒഴുകി തന്നെ കാണാനായിട്ട്. ഈ ഡാമിൻ്റെ മേളിലേക്ക് കയറാനായിട്ട് കാര്യം പറഞ്ഞാൽ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്.
പക്ഷേ ആ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ മേളിലേക്ക് പോകാം കേട്ടോ. അപ്പുറം സ്റ്റെപ്പ് വന്നിട്ടുണ്ട്, അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് പോകാം. താഴെ ചെറിയൊരു ഷട്ടർ പോലെയുണ്ട്, അതിൻ്റെ താഴേക്കൂടെയാണ് വെള്ളം വരുന്നത്. അതുപോലെ തന്നെ അവിടെ ചാടുന്ന വെള്ളം അവിടുന്ന് പൈപ്പ് ഉപയോഗിച്ച് കണ്ട, ഇതൊരു പമ്പ് ഹൗസാണ്, ഇവിടുന്ന് പമ്പ് ചെയ്ത് ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും, ഫിൽറ്ററൊക്കെ ചെയ്തുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ ആ കൃഷി ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകുന്ന വെള്ളം ആ കനാൽ വഴി അങ്ങ് പുറത്തേക്ക് ഒഴുകി പോകണം. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഷട്ടർ സംവിധാനങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഡാമിൻ്റെ താഴെയായിട്ട് ചെറിയൊരു പാർക്കൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ കാണാം, പക്ഷെ അതൊന്നും പ്രവർത്തിക്കുന്നില്ല കേട്ടോ. ഇതൊന്നും മെയിൻറ്റൈൻഡ് അല്ല കണ്ടിട്ട്. അതുപോലെ ഈ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സ്ലൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാം. അതൊക്കെ മൊത്തം പുല്ല് പിടിച്ചേ, ഇതൊന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് അധികം ആളുകളൊന്നും വരാത്തതുകൊണ്ടാണോ, എന്തായാലും രാവിലെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ. അവിടെ കുറച്ച് പേരൊക്കെ ഉള്ളൂ ഇവിടെ. അപ്പോൾ ആ ഡാമിൻ്റെ മേളിലേക്ക്, ആ കെട്ടിൻ്റെ മേളിലേക്ക് നടക്കാനായിട്ട് അതിൻ്റെ മേളിൽ വരെ സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മേളിലേക്ക് പോകട്ടോ. അപ്പോൾ കൊടൈക്കനാൽ മലനിരകളാണ് അങ്ങ് ദൂരെ കാണണേ, അതിൻ്റെ താഴെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഓ അടിപൊളി. ആ താഴെ ഒന്ന് കണ്ട പോലെ അല്ല കേട്ടോ, അതിൻ്റെ മേളിലേക്ക് കയറിയപ്പോൾ നോക്കി റിസർവോയർ. അങ്ങനെ അധികം ഇത്ര വലിയൊരു ഡാമൊന്നും അല്ല, എങ്കിലും ഈ ഡാമിൻ്റെ ലൊക്കേഷനൊക്കെ നല്ല അടിപൊളിയാണേ. ഇവിടുന്ന് കുറേ മലകളൊക്കെ കാണാം. അതിൽ ആ മല കണ്ടോ, അത് പളനിമലയാണ്. മലയും മുരുകൻ്റെ അമ്പലമൊക്കെ ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അവിടെ ഷട്ടർ ഓപ്പൺ ചെയ്യുന്നതാണോ അതോ ക്ലോസ് ചെയ്യുന്നതാണോ? അത് ഓപ്പൺ ചെയ്ത് ഫ്ലോ കൂട്ടുന്നതാണ് കേട്ടോ. കൃഷിയിടങ്ങളിലേക്ക് ഇങ്ങനെ വെള്ളം കൊണ്ടുപോകാനായിട്ട് പണിതേക്കുന്നതാണ്. അതിൻ്റെ ഷട്ടർ ഉയർത്തിയിട്ട് ആ വെള്ളത്തിൻ്റെ ഫ്ലോ നിയന്ത്രിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല എന്ന് പ്രഥമ ദൃഷ്ടിയെ തോന്നിയെങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ അതിരാവിലെ കുറ്റിയും പറിച്ച് ഈ ഡാമിലേക്ക് വന്നുകൊണ്ടാണ്. 10 മണിയായിട്ടുണ്ട്. പിന്നെ ഇന്നൊരു അവധി ദിവസമൊന്നുമല്ല. ഇതൊരു കോൺക്രീറ്റ് ഡാം അല്ല കേട്ടോ, ഇത് മെയിനായിട്ട് മേസൺട്രി ഡാമാണ്. കല്ലും മണ്ണും ഉപയോഗിച്ചാണ് ഇതിൻ്റെ കെട്ടൊക്കെ നിർമ്മിച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് അവിടെ ചെറിയൊരു ഷട്ടർ സംവിധാനം കാണാം. ഈ ഡാം ഇവിടെ 1978 ഇവിടെ നിർമ്മിക്കുന്നത് കേട്ടോ. കൃഷിക്കും ജലസേചനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഡാമാണ്. വരദമ നദിക്ക് കുറുകെയായിട്ട് കൊടൈക്കനാൽ മലനിരകളുടെ താഴെ ഡാമിൻ്റെ റിസർവോയർ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ കൊട്ടവഞ്ചി സവാരിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് ഒന്നും അതായിട്ട് ബന്ധപ്പെട്ട ആരെയും കാണുന്നില്ല. ഈ തിരക്ക് വരുന്ന ടൈമിലായിരിക്കും മിക്കവാറും. പിന്നെ ധാരാളം മത്സ്യസമ്പത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ മീനെ പിടിക്കാനാണ്, അത് ഇങ്ങനെ വേസ്റ്റ് ഒഴുകി വരാതിരിക്കാനാണ് അവിടെ ഒരു വലയൊക്കെ കുറുകെ കെട്ടിയേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഡാമിനെ കേന്ദ്രീകരിച്ച് ഉപജീവനം നടത്തുന്ന കുറേ പേര് നമുക്കിവിടെ കാണാം കേട്ടോ. ഈ ഗ്രാമത്തിൽ ഉള്ളവർ തന്നെയാണ്. ഇങ്ങനെ താൽക്കാലികമായിട്ട് കെട്ടി നിർമ്മിച്ചിരിക്കുന്ന കുറേ കടകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കടകളിലൊക്കെ ഈ മാന്തോട്ടത്തിൽ നിന്ന് പറിക്കുന്ന മാങ്ങയും അതൊക്കെ ഉപ്പും മുളക് ഇട്ട് നമുക്ക് വരും കേട്ടോ. പിന്നെ നാരങ്ങ വെള്ളം, ഗോലി സോഡ, കോളിഫ്ലവർ ബജി അങ്ങനെയുള്ളതൊക്കെ കടയിലുണ്ട് കേട്ടോ. ആ മാങ്ങ എടുക്കുക. എവ്വളോ? 20 രൂപ. ആ അത് ജാസ്തി വേണ്ട. ആ കൊഞ്ചം പോതാ. ഗൂഗിൾ പേ ഇറക്കുക. ആ എൻ്റെ ചേഞ്ച് ഇല്ല ആൻറ്റി, ചെക്ക് പണിട്ടെ. ചേഞ്ച് ആവശ്യം ഇருக்கு. തിരുമ്പി ബസ്സിന് പോകണ ആവശ്യം. ചേഞ്ച് കൊടുത്താലേ ഇത് ഇവിടുന്ന് പറിക്കുന്ന കേട്ടോ. ഇവിടെ മാന്തോട്ടമാണേ ഈ പുറയിൽ. അവിടെ നിന്ന് പറിക്കുന്ന നല്ല ഫ്രഷ് മാങ്ങ കേട്ടോ. കണ്ടത് സേലം മാങ്ങ. നമ്മൾ ഈ സേലം മാങ്ങ എന്നൊക്കെ പറഞ്ഞ് വാങ്ങില്ല, അധികം പുളിയില്ലാത്ത, അതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ അത്യാവശ്യം കുറച്ച് ക്യാഷായിട്ട് തന്നെ കയ്യിൽ എപ്പോഴും കരുതുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഗൂഗിൾ പേ സൗകര്യം ഉള്ളിടത്ത് ഗൂഗിൾ പേ ചെയ്യാമല്ലോ. ഞാനങ്ങനെ അവിടെ ഉള്ളതുകൊണ്ടാണ് ചോദിച്ചത്. ചെറിയ എമൗണ്ട് ആയതുകൊണ്ടാണ് അവർ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടോ. ക്യാഷ് അവർക്ക് കിട്ടിയിട്ട് അത്യാവശ്യം ഉണ്ടായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ ചിലപ്പം പണി കിട്ടും. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ വന്ന ഒരു തിരിച്ച് കാടിൻ്റെ അകത്തോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടക്ക് 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 എന്ന് സൗണ്ട് ആക്കാം കേട്ടോ. ഈ ഫെൻസിങ്ങിൻ്റെ അകത്ത് ഇങ്ങനെ വൈദ്യുതി ലൈവായിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മിക്കവാറും ഈ ആനിമൽസ് കയറാതിരിക്കാനായിട്ട് തന്നെ ആയിരിക്കും കൊണ്ടുവച്ചേക്കണേ. അതേവിടെ ഈ നാട്ടിലുള്ളവരൊക്കെ മാങ്ങ കട്ടുപറിക്കുന്നുണ്ടോ? എന്തായാലും മാവ് നിറച്ച് മാങ്ങയാണ് കായ്ച്ചേക്കുന്നത്. അങ്ങനത്തെ ഒരു മാങ്ങയാണ് നമുക്കിപ്പം ചെത്തി തന്നത് കേട്ടോ, അവർ വിൽക്കുന്നത് അവിടുന്ന്. അപ്പോൾ വളരെ കുറച്ച് ദൂരം മാത്രം നടക്കാനേ ഉള്ളൂ കേട്ടോ ആ ഡാമിൻ്റെ അങ്ങോട്ട്. ഈ അണ്ണാനഗറിൽ നിന്ന് ഇതുണ്ട്. ഇവിടുത്തെ വീടുകളുണ്ടോ, പരമ്പരാഗതമായിട്ടുള്ള തമിഴ്നാട് ശൈലിയിൽ പണിതേക്കുന്ന ചെറിയ വീടുകളൊക്കെയാണ്. എല്ലാം തന്നെ കൊച്ചു വീടുകളാണ്. ചില വീടുകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുകയാണ്, മേൽക്കൂരയൊന്നും ഇല്ലാതെ തന്നെ.
ഈ ഡാമിൽ നിന്നൊക്കെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ, ധാരാളം മീനൊക്കെ പിടിച്ചങ്ങനെ ഉപജീവനം നടത്തുന്ന ആളുകളൊക്കെ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട്. ഇവിടെ വലയൊക്കെ നന്നാക്കുന്നത് ഞാൻ രാവിലെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. മീൻ പിടിക്കുന്ന വലയില്ല, ഇതുള്ളത് ഇങ്ങനത്തെ വീടുണ്ടോ, ചെറിയ ഓലയും ഷീറ്റൊക്കെ വെച്ച് നിർമ്മിച്ചേക്കുന്ന ചെറിയ വീടുകൾ കണ്ട. ഇവർ ഈ ഡാമിൽ നിന്ന് മീൻ പിടിക്കാനായിട്ടുള്ള വലയാണ് കേട്ടോ. ആ വല ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മറ്റേ ഈ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഇതിങ്ങനെ കുത്തി വെച്ചിട്ട് ഈർക്കിളി കൊണ്ട് നിർമ്മിച്ചേക്കുന്നതാണ്. ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇരുന്ന് മീൻ പിടിക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. അതൊക്കെ ഇപ്പോഴും തമിഴ്നാട്ടിൽ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഡാമിൽ നിറയെ മീൻ ഇറക്കുക. കൊടൈക്കനാലിൽ നിന്ന് ഇവിടുന്ന് 55 കിലോമീറ്ററാണ് ഉള്ളത്. പെരുമാൾ മലൈ കൊടൈക്കനാൽ താണ്ടിക്കുടി എന്ന് പറഞ്ഞ ബോർഡൊക്കെ കാണാം. കൊടൈക്കനാൽ പോകണം. ഇവിടുന്ന് ബസ് എപ്പോഴും ഇല്ല കേട്ടോ. നമുക്ക് പഴനിക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ കൂടുമ്പോഴേ ഉള്ളൂ. ഈ തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യാനും ഉൾഗ്രാമങ്ങളുടെ കാഴ്ച കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു മൺപാതയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും കുറച്ച് പേര് ഒന്ന് നടന്നു നോക്കാം അല്ലേ. നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ കിട്ടാതിരിക്കില്ല തീർച്ചയായിട്ടും. ഇത് കണ്ടിട്ട് ഏതോ ഒരു ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന വഴിയാണേ. എന്താവുമെന്നറിയില്ല, നടന്നു നോക്കാം. ഓ, ഇതിലൊക്കെ കുതിരേനെ അഴിച്ചു വിട്ടേക്കുവാണല്ലോ. ഇത് ഈ പോണിക്കുതിരയാണേ, അങ്ങനെ അധികം ഉയരം വയ്ക്കാത്തത്. ഇതിനെയാണ് ഈ പഴനിയിലൊക്കെ ഈ റൈഡിന് ഉപയോഗിക്കുന്നത്. നല്ലൊരു തടാകം ഇവിടെ കാണാം. അങ്ങ് ദൂരെ അമ്പലമോ വീടോ എന്തൊക്കെയോ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല വെയിലായി. മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പെയ്തുമില്ല. ഇത് ഈ ഓല കൊണ്ട് ഇത് ചീക്കാനായിട്ട് ഇട്ടേക്കുന്നതാണ്, ഇവർക്ക് മെടഞ്ഞെടുക്കാനായിട്ട്. ആ തടാകം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, പക്ഷേ വെള്ളം അത്ര നല്ലതല്ല കേട്ടോ. പിന്നെ ഇത് കുടിക്കാനൊന്നും നമ്മൾ എടുക്കുന്ന വെള്ളമൊന്നും അല്ലല്ലോ. പൊള്ളാച്ചീനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധം വലിയൊരു തെങ്ങിൻതോപ്പ്, അതിനകത്തായിട്ടൊരു കെട്ടിടം കാണാം. അതൊരു വീടാണോ അതോ ഈ തേങ്ങയൊക്കെ പറക്കി സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ഷെഡാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഓ, ഈ തടാകത്തിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ഷട്ടർ ഉപയോഗിച്ചിട്ട്. ഇത് കണ്ടോ, അതിൽ ആ തെങ്ങും തോട്ടം, ആ തെങ്ങ് നനയ്ക്കാനൊക്കെ ആയിട്ട് വെള്ളം കൊണ്ടുപോകാനായിട്ട് നിർമ്മിച്ചേക്കുന്നതാണ്. സീനാണോ? പട്ടികളൊക്കെ പല ഭാഗത്തു നിന്നും കുരയ്ക്കുന്നുണ്ട്. അവർ നോക്കുന്നതിന് പരിചയമില്ലാത്ത ഒരാൾ നടന്നു പോകുന്നു. അതിലെ 2 പേര് സ്കൂട്ടറിൽ വരുന്നുണ്ട്. അവരോട് ചോദിച്ചു നോക്കാം അവിടെ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാനുണ്ടോ, ഈ വഴിക്ക് എവിടേക്കാണ് പോകണതെന്ന് ചോദിച്ചു നോക്കാം, എന്നിട്ട് മുന്നോട്ട് പോകാം. മോർണിംഗ് 8 o'clock to evening 5 o'clock available. ഓക്കെ, ഓൺലി സാറ്റർഡേ? Only Saturday. ഓക്കെ. Okay. വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ രാവിലെ മഴയുടെ ലക്ഷണം കണ്ടപ്പം ഓർത്തു മഴ നിന്ന് പെയ്യുമായിരിക്കുന്നു. അതൊക്കെ വെറും പ്രഹസനം മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിക്കുമായിരുന്നേ മുന്നോട്ട് പോയാൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞേ, എന്തോ കണ്ണാടി പെരുമാൾ കോവിൽ. അത് ഈ ശനിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ, രാവിലെ 8 മണി മുതൽ 5 മണി വരെ. പിന്നെ അവിടെ ഒരു ഗ്രാമമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ കൃഷി സ്ഥലങ്ങളൊക്കെ അവിടെ അതിൽ ട്രാക്ടറൊക്കെ പൂട്ടുന്ന എന്തൊക്കെയോ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ പാടത്തൊക്കെ നമുക്ക് ഇറങ്ങിപ്പോവാം. ആ അമ്പലത്തിൻ്റെ ഇവിടുന്ന് നോക്കുമ്പം കുറേ ഓല മേഞ്ഞ വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു പാറയുടെ പുറത്താണ് അമ്പലം ഉള്ളത്. അകലേന്നൊരു ചേച്ചിയും 2 പിള്ളേർ നടന്നു വരുന്നുണ്ട്. ആ ചേച്ചിയുടെ തലയിൽ ഒരു സഞ്ചിയൊക്കെ കാണാം. ആ, നടന്ന് സാപ്പിട്ട്. ആ, ഇവിടെ ഒരു ചേച്ചി ആടിനെ മേയ്ക്കുന്നുണ്ട്. ഓ, ഞാൻ മടുത്തിട്ട് നിന്ന് പോയതാട്ടെ ഈ മരത്തിൻ്റെ തണലിൽ. അത്രയ്ക്ക് ചൂടുണ്ട്, വെയിലില്ല. ഇനി പാറയുടെ മേലിൽ കൂടെ കയറണം. നമുക്ക് അമ്പലത്തിലേക്ക് പോകണമെന്നുണ്ടല്ലേ, അങ്ങ് മേളിൽ വരെ സ്റ്റെപ്പ് പോകുന്നുണ്ട്. അവിടെയാണ് അമ്പലത്തിലേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട് അവിടെ കുറേ ഇങ്ങനെ ചെറിയ വീടുകൾ, കുടിൽ പോലെയുള്ള ഓല കൊണ്ട് മേഞ്ഞേക്കുന്ന വീടുകൾ നമുക്ക് കാണാം കേട്ടോ. എന്തായാലും അങ്ങോട്ടേക്ക് കയറി പോകാം. അപ്പോൾ ഈ പാറയുടെ മേളിലേക്ക് നമ്മൾ കയറി വന്നു കേട്ടോ. അപ്പോൾ ആ കോവിൽ അവിടെയാണേ. ആ കോവിലിൻ്റെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ഇവിടെ കുറേ വീടുകൾ കാണാം കേട്ടോ. ഏതാണ്ട് ഒരേ രീതിയിൽ പണിതേക്കുന്ന ചെറിയ വീടുകൾ, ഈ മണ്ണും അതുപോലെ തന്നെ ഓലയൊക്കെ വെച്ച് നിർമ്മിച്ചേക്കുന്ന ചെറിയ വീടുകൾ നമുക്ക് കാണാം. ഇതും കൂടെ വീട് തന്നെ. ആ, മൊത്തം എത്ര വീട് ഇருக்கு இந்த மாதிரி? எல்லாம் இந்த மாதிரி வீடுகளா? ആ ആ 3 വീടുകളുണ്ടെന്ന് പറഞ്ഞു. എവിടെ? അവിടെ താഴെ അല്ലേ? ആ ആ 2 വീട്ടിലെ ആളിരിക്കേ. ഇത് കണ്ടോ, അതിൻ്റെ അടുപ്പ് നോക്കി. അടുപ്പ് പുറത്താണ് ഈ ചായ ഉണ്ടാക്കാനായിട്ട്. ആ, ചാണകം വെച്ച്, ചാണകവും മണ്ണും വെച്ച് നിർമ്മിച്ചേക്കുന്ന വീട്. சௌக்கியமா? இந்த வீட்டுக்குள்ள யாருக்கு இருக்கு? நாங்க தான் இருக்கோம். நானு வீட்டுக்காரரு பேரையும் பேத்தி எல்லாம் ஸ்கூல் போயிடுச்சுங்க, வேலைக்கு போயிடுச்சுங்க. வேலைக்கு? நாங்கெல்லாம் இங்கே இருக்கோம். போயிட்டு வாங்க, ஒன்று இருக்கா അകത്ത് കയറി കണ്ടോളാ പറഞ്ഞിട്ട്.
ഈ വീടിൻ്റെ അകമൊന്ന് കാണാം കേട്ടോ. ഓ ഇങ്ങനെ 2 മുറിയാണേ. അപ്പോൾ അത് ഇവിടെയാണ്, ഇതിൻ്റെ അകത്താണ് ഇവർ കിടക്കുന്നത് കേട്ടോ. ആ കട്ടിലൊന്നുമില്ല, ചെറിയൊരു ചാക്ക് വിരിച്ചിട്ടുണ്ട്. മേളിൽ ഈ ഓല വെച്ച് ആണ് അതിൻ്റെ മേൽക്കൂരയൊക്കെ നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ ഇത് അവരുടെ അടുക്കളയാണ് കേട്ടോ. പാത്രവും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വെച്ചേക്കുന്നത്. ചാണകം മെഴുകിയ തറയാണ്. ഓ എൻ്റെ അമ്മ, ഇതൊക്കെ പാമ്പ് പടം പൊഴിച്ചേക്കുന്നത്. ഓ അതിൻ്റെ ഉള്ള പാമ്പ് ഇருக்கு. പാമ്പല്ല ഇത്, ആ ചട്ട ചട്ട പൊഴിച്ചേക്കുന്നത്. വളക്കുന്നതാണോ? ഇതിൻ്റെ തറയൊക്കെയെന്ന് വെച്ചാൽ ഈ മണ്ണാണേ, മണ്ണ് ഭിത്തിയും തറ എല്ലാം നമ്മൾ ആ മറയൂർ കണ്ട പൂരാമ മൊത്തം മണ്ണാണ്. നല്ല ഉറക്ക. എൻ്റെ പേരെന്നാ? മണി. നല്ല ഉറക്കാൻ. ഓ ഇതിലേക്ക് കയറുമ്പം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ തല മുട്ടും. ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ കയറാൻ പറ്റുമോ? ഈ വീടിൻ്റെ അകം അങ്ങനെ തന്നെയാണ്. 2 മുറി, അതായത് കണ്ടോ അതുപോലെ തന്നെയുള്ള 2 മുറി. ഇവിടെയാണ് അവർ കിടക്കുന്നത് കേട്ടോ. ഒരു പായൊക്കെ വിരിച്ചിട്ടുണ്ട്. നമ്മൾ ആ വീട്ടിൽ കണ്ട പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ, പാത്രങ്ങളെല്ലാം ഇവിടെ തന്നെ എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ. അത് പാചകം ചെയ്യാനായിട്ടുള്ള ഇവിടെ ഒരു അടുപ്പ് കാണാം. ആ പുറത്തുള്ള അടുപ്പ് അവർ ചായ വയ്ക്കാനായിട്ട് മാത്രമുള്ളതാണ് കേട്ടോ. പാചകം ഇതിൻ്റെ അകത്ത് തന്നെയാണ് ചെയ്യുന്നത്. കറണ്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. TV ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനൊരു മുറി കാണാം. ഇവിടെ ഈ കൃഷി ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ആയുധങ്ങളും വിറക്, തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ടുള്ളൊരിടമാണ് ഈ കാണുന്നത്. ഇത് വേറെ വീടുകളുണ്ട് കേട്ടോ. അങ്ങ് മാറി ഇത് ഈ മസാലപ്പൊടികളാണ് പാചകം ചെയ്യാനുള്ള. അതെല്ലാം കൂടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കണുണ്ടോ. ഇവിടെ മാട് ഇരിക്കാ? ഇല്ല, കടയിൽ നിന്ന്. പരമ്പരാഗതമായിട്ടുള്ള വീടുകളാണ് ഇങ്ങനെയുള്ള. പൊതു. ഓ ഇവിടെ ആ മരം നിൽക്കുന്നുണ്ടേ. നമ്മൾ പൊള്ളാച്ചി ഗ്രാമത്തിൽ കണ്ട മരം, ഈ ഇടിമിന്നലിനെ തടുക്കാനായിട്ടുള്ള ആത്തിമരം എന്നാ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നോ ആ മരം? ഒക്കെ ഇത് ആത്തിമരം, ഇത് ആത്തിമരം. അത് തന്നെ. ഈ ഇടിമിന്നലിനെ തടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഇവർ വെച്ചേക്കുന്നതാണ് കേട്ടോ. ആത്തിമരം എന്നാണ് ഇവർ പറയണേ. അപ്പോൾ ഇത് ഇടിമിന്നലിനെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്ന് പറയാം. തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഇവർ നട്ടുപിടിപ്പിക്കും. ഇതുണ്ട് ഒരു സൈക്കിള് മറിച്ചിട്ടേക്കുന്നതൊക്കെ. ഇവിടേക്ക് വെള്ളം താഴെ നിന്ന് ആ തടാകത്തിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ താഴെ കണ്ടേ. ആൻറ്റി വന്നിട്ട് അങ്ങ് പോവാം. ഇവിടെ നിന്നിട്ട് പട്ടിയുടെ കടി മേടിക്കണ്ട. അതുകൊണ്ടതേ അങ്ങനത്തെ വീടാണ്. എവിടെ നിന്നും പട്ടി ഇറങ്ങി വരുന്നുണ്ട്. എന്നോട് തന്നെ പോകണ്ടെന്ന് പറഞ്ഞിട്ടോ. ആ പട്ടിയുടെ ആൻറ്റി ഉള്ളപ്പോൾ കുഴപ്പമില്ലല്ലേ. പട്ടി ചിലപ്പോൾ പ്രശ്നമില്ല പോക്കോ. അവിടെ താഴെയുണ്ട്, അവിടെ ആളില്ല ആ വീട്ടിൽ. വലിയൊരു പാറ, ആ പാറയുടെ മേളിലാണ് ഈ കണ്ട വീടുകളെല്ലാം, ഈ അമ്പലം വീടുകളെല്ലാം. അവിടെ ഒരു വീട്, അത് മൊത്തം ഇങ്ങനെ ഇടിഞ്ഞ് കിടക്കുവാണ്, ഭിത്തിയൊക്കെ ഇടിഞ്ഞ് പോയേക്കുവാണ്. അവിടെ ഒരു തൊഴുത്തുണ്ട്. ഇവിടെ ഈ പശുവിനെയൊക്കെ വളർത്തുന്നുണ്ട്. പശുവും ആടും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. കണ്ണാടി പെരുമാൾ. ഇതെന്ത് മരമാണെന്നറിയില്ല. ഇതിന് കുറേ ശാഖകളുണ്ട്. അത് നോക്കി, അതിൻ്റെ ശിഖരങ്ങളൊക്കെ പിണഞ്ഞ് കെട്ടിക്കിടക്കണേ. അപ്പോൾ ഇവിടെ ഈ സർപ്പത്തറയും അതുപോലെ തന്നെ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാം കേട്ടോ. ഇവിടുന്ന് താഴേക്കുള്ള കാഴ്ച നോക്കിയേ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. കൃഷിയിടങ്ങൾക്ക് പുറമെ വലിയ മലനിരകളും അതുപോലെ തന്നെ നമ്മളെ പോയ ഡാം ഇവിടുന്ന് കാണാം അങ്ങ് ദൂരെയായിട്ട്. അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്നാണ് പറഞ്ഞത് കേട്ടോ. പെരുമാളെന്ന് പറഞ്ഞത്. ഞാൻ പെരുമാളെന്ന് വെച്ചപ്പം പറഞ്ഞ് കൃഷ്ണനാന്ന് പറഞ്ഞ്. അപ്പോൾ ഇവർക്ക് സ്വന്തക്കാരൊക്കെ മറയൂരുണ്ട്. മറയൂർ നമ്മൾ ഇങ്ങനത്തെയുള്ള വീടുകൾ കണ്ടില്ലായിരുന്നു. മറയൂർ കണ്ടക്കൂട്ടുള്ള വീടുകളൊക്കെയാണ്.
പക്ഷേ മറയൂർ പിന്നെ പുതിയതായിട്ടുള്ള രീതിയിലൊക്കെ വീടുകൾ നമുക്ക് പണിതേക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും, ഷീറ്റൊക്കെ വെച്ചിട്ട്. ഇവിടെ ഒരു ശരിക്കും ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ, അതായത് ആ ഒരു പണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള വീടുകളാണ് ഇവിടെ ഉള്ളതൊക്കെ കേട്ടോ. ഓല വെച്ച്, അതായത് മണ്ണുകൊണ്ട് കെട്ടിയിട്ട് ഓല വെച്ച് മേഞ്ഞ വീടുകൾ. ഇവർക്ക് സ്വന്തക്കാർ മറയൂരുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരു പെൺകുട്ടീനെ മറയൂരിലേക്ക് കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനിങ്ങനെ മറയൂരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. ഇപ്പോൾ ഇവിടെ എന്താണ് കൃഷി ചെയ്തേക്കണേന്ന് ചോദിച്ചു നോക്കട്ടെ, എനിക്ക് കണ്ടിട്ടങ്ങ് മനസ്സിലാവുന്നില്ല. ഇതൊരു സീഡ്. ആ തക്കപ്പൂട്, സണപ്പ, ഒരു സീഡ്. ഇതൊക്കെ യൂസ് പണ്ണത് അത് ഓർഗാനിക് ഉരം. ഈ ഞാറ് കണ്ടത്തിൽ വിതയ്ക്കാൻ വേണ്ടിയിട്ട് നട്ടേക്കുന്നതാണേ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള പച്ചക്കറി ആയിരിക്കും അത് നട്ട് വെച്ചേക്കുന്നതായിരിക്കും എന്ന് ഓർത്ത് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് നോക്കത്താ ദൂരത്ത് ഈ ഒരു സെയിം സംഭവം കാണാം നമുക്ക്. ഇത് വേറെ ഒന്നുമല്ല, ഇത് ഈ വളത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണേ. ഇതിൽ ചെറിയൊരു വിത്തൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഈ ഒരു പാകമാകുമ്പോഴത്തേനും ഒരു ചെറിയ ഇതിലുള്ള വിത്തൊക്കെ കാണാം ഇതിൽ. ഈ ഒരു പാകമാകുമ്പോഴത്തേനും ട്രാക്ടർ ഉപയോഗിച്ച് മൊത്തം ഈ കണ്ടം പൂട്ടും. അപ്പോൾ ഇത് മണ്ണിലേക്ക് മൊത്തം പൊടിഞ്ഞു ചേരും. ഇതിൻ്റെ ഈ തണ്ടും ഇലയും ചെളിയും എല്ലാം കൂടെ ചേർന്ന് ഈ രാസവളത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഓർഗാനിക്കലി. എന്നിട്ട് ഞാറ് നടും. ആ കണ്ടമൊക്കെ മൊത്തം ഒരു ഞാറ് നടാനായിട്ട് ഒരുക്കിയിട്ടേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം ട്രാക്ടർ വെച്ച് ഇത് പൂട്ടുന്നത് കാണാം. കേട്ടോ, മൊത്തം അരഞ്ഞ ചെളിയിലേക്ക് അലിഞ്ഞ് ചേരുന്ന നോക്കി. ഇതിൻ്റെ മേളിലൂടെ ഇനി വീണ്ടും കയറ്റും കേട്ടോ. ഇതിപ്പം ഏകദേശം ഇത് പൊടിഞ്ഞിട്ടില്ല, ഇത് മൊത്തം പൊടിച്ച് ഇതുപോലെ കണ്ടോ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ അങ്ങ് അലിയിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ നെല്ലിന് വളരാനായിട്ട് നല്ലൊരു വളം കിട്ടും. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് പളനിമല കാണാവേ, അങ്ങ് ദൂരെ കണ്ടോ. അത് മൊത്തം ആ മണ്ണിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടോ. ഇങ്ങനെ ഒരു കുറേ തവണ ട്രാക്ടർ ഓടിച്ച് കഴിയുമ്പോഴത്തേനും അങ്ങനെ ഒരു സംഭവം അവിടെ നട്ടിട്ടുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു രീതിക്കാവും. എന്തായാലും മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോകാം കേട്ടോ. ഇതൊക്കെ നല്ല ചെളിയാണ്. ഞാൻ ചെളിക്കരുതാന്ന് പോയായിരുന്നു. ഈ തടാകത്തിൽ നിന്ന് കാലൊക്കെ കഴുകണം. കാല് കഴുകാൻ ആ തടാകം വരെ പോകേണ്ട ആവശ്യമില്ല, നല്ല വെള്ളമുണ്ട്. ഞാൻ ഈ ഷൂ ഒക്കെ മനഃപൂർവ്വം ഇടാത്തതാണ്, കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങേണ്ടി വരുമെന്ന് അറിയാം. അപ്പോൾ ഷൂ ഇട്ടുകൊണ്ട് വന്നുകഴിഞ്ഞാൽ ശരിയാവില്ല. അതുപോലെ ജീൻസൊക്കെ ഇടാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ. മീൻ കിടച്ചാച്ചാ, മീൻ ഇറുക്കാങ്ക നിറയെ ഇറുക്കേ. ഒരെണ്ണ തടാകത്തിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ആ പോത്തുകൾ നോക്കി, പോത്തുകൾ നീരാടുവാണ് കേട്ടോ. അങ്ങനെ കഴുത്തുമുട്ട വെള്ളത്തിൽ കിടക്കുകയാണ്. ഈ മാട് ഉങ്കിടത്താനാ പക്കത്തില്ലേ? ആ ആടിരിക്ക. ആ നല്ല ആഴം കേട്ടോ തടാകത്തിൽ. ഒരു മീനും കിടച്ചില്ലേ? ഒരു മീൻ കടിക്കില്ല. വേലക്ക് പോയിട്ടാ മഴ പെയ്യും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, മഴ മൊത്തം നനയേണ്ടി വരും. ചിന്ന അയ്യം പുള്ളി, ആ ഈ തടാകത്തിൻ്റെ പേരാണ് പറഞ്ഞത്, ചിന്ന അയ്യം പുള്ളി. മീനില്ല കേട്ടോ. ചൂണ്ടയിടണമെങ്കിൽ നല്ല ക്ഷമ വേണം, കുറേ നേരം നിൽക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മളത് നോക്കി നിന്ന് കഴിഞ്ഞാൽ മഴ പിടികൂടുന്നത്, മഴ പെയ്ത് വരുന്നുണ്ട്, തൊട്ട് പുറകെയുണ്ട്. മിക്കവാറും അണ്ണാനഗറിലും എന്തായാലും മഴ പിടികൂടും. അണ്ണാ ശരി ശരി. ആ ആ കാരണം തമിഴ്നാട്ടിൽ മഴ ഇങ്ങനെ പെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഒരു കുടയൊക്കെ എടുത്തുകൊണ്ട് പോരായിരുന്നു. അപ്പോൾ സമയം ഉച്ചയായിട്ടോ, നല്ലപോലെ വിശക്കുന്നുണ്ട്, വയറിലൊന്നുമില്ല. ഈ നടപ്പ് രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇനി അണ്ണാനഗർ ചെന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കണം. എനിക്ക് തോന്നണല്ലോ അവിടെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്, അല്ലെങ്കിൽ പഴനി ചെല്ലേണ്ടി വരും. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് വന്നതാണ് പഴനിയിൽ. ഇങ്ങനെയുള്ള ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ കയ്യിലൊരു വാഹനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് എവിടെ വേണമെന്നുണ്ടെങ്കിലും പോകാമല്ലോ. അപ്പോൾ അതാണ് പ്രശ്നം. പിന്നെ നടന്നു പോകുന്നതിന് കുറേ പരിമിതികളൊക്കെ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ നമ്മളിത് മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.